നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠഭാഗം ഓർക്കുന്നുണ്ടാ? നോട്ട് ചെയ്തിരുന്നാ? ആരും ഇല്ലേ ലൈനില്? അത് ഞാൻ മ്യൂട്ടായതാണ്. ആ, പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുട്ടിയും പഠനവും എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എടുത്തത്. കുട്ടിയെ കുറിച്ച് അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ധാരണകൾ. ദെൻ നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇനി ലേണിംഗ് പ്രോസസ് ആണ്, പഠന പ്രക്രിയ. ക്ലിയർ അല്ലേ? ഇന്ററാക്ഷൻ ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് പീരിയഡ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്ലാസ് പോകേണ്ടത് കേട്ടോ. കാരണം നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക, ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് കിട്ടൂല. ഇനി ലേണിംഗ് പ്രോസസ് ആണ് നമ്മൾക്ക് എടുക്കാനുള്ളത്. ഇപ്പൊ കുട്ടികൾക്കായിട്ട് പഠന പ്രക്രിയ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലേണിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് ആണ്. ഐ മീൻ അവർക്ക് എന്താണോ നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കി കൊണ്ടുപോവുക. ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇതിൽ പറയുന്നത് എന്താന്ന് നോക്കാം. മറ്റു കുട്ടികളുമായി വസ്തുക്കളുമായി സംവദിക്കുന്നതിലൂടെ ഫലപ്രദമായ പഠനം നടക്കേണ്ടതുണ്ട്. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ പഠന പ്രക്രിയയിൽ ഒരുക്കേണ്ടതുണ്ട്. ടീച്ചിങ് എയ്ഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ടീച്ചിങ് എയ്ഡ്സ് നിർബന്ധമാണ്. ഏത് രീതിയിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിലും ടീച്ചിങ് എയ്ഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് പഠന പ്രക്രിയയിൽ എടുക്കുക. അവിടെ ടീച്ചിങ് എയ്ഡ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, ഫ്ലാഷ് കാർഡ് ആവട്ടെ, ചാർട്ട്, അങ്ങനെ ഓരോന്നും, അതെല്ലാം ടീച്ചിങ് എയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് പോയിന്റ്, കുട്ടികൾക്ക് മുതിർന്നവർ കരുതുന്നതിനേക്കാൾ പഠനശേഷിയുണ്ട്. എങ്കിലും അവരുടെ പ്രായവും പഠനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതിനാൽ പഠനാനുഭവങ്ങൾ കുട്ടിയുടെ നിലവാരത്തിന് അനുയോജ്യമായിരിക്കണം. ഇപ്പൊ നോർമലി നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു 3-3.5 വയസ്സായാൽ ഒരു കുഞ്ഞിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, വീണ്ടും അതേ കാര്യം റിപ്പീറ്റ്. എത്ര തവണയായി നിന്നോട് പറയുന്നത്, നിനക്കെന്താ മനസ്സിലാക്കാൻ പറ്റണില്ലേ? നിനക്കെന്താ അറിയൂലേ? ഞാനല്ലേ നിന്നോട് പറയണത്, മലയാളത്തിൽ തന്നെയല്ലേ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളങ്ങ് റൈസ് ആവും. ശരിക്കും ആ കുഞ്ഞിന് നമ്മൾ എന്താണ് പറയുന്നത്, പഠിക്കാനുള്ള ഒരുപാട് ലേണിംഗ് കപ്പാസിറ്റി ആ കുഞ്ഞിനുണ്ട്, ഒരുപാട് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കുഞ്ഞിലേക്ക് എത്തുന്നുണ്ടോ? അതാണ് ഇമ്പോർട്ടന്റ്. ഐ മീൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ ആ ഒരു പ്രോസസ്സ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതേസമയം കുഞ്ഞിനത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഇന്നിപ്പോ എ എന്ന ലെറ്റർ പോണം എന്ന് നമ്മളോട് ഹെഡ് പറയാണ്. ആ ഹെഡ് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താണ്, എങ്ങനെയെങ്കിലും ഈ എ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഈ എ ഒന്ന് കുട്ടികളേക്ക് എത്തിക്കണം. പക്ഷെ ഈ എ എഴുതാൻ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു മെറ്റീരിയൽസും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ? കുറേ തവണ ബോർഡിൽ എഴുതി കൊടുത്തു, അവരുടെ സ്ലേറ്റിൽ എഴുതി കൊടുത്തു, അവരുടെ എന്താ 4 ലൈൻ കോപ്പിയിൽ എഴുതി കൊടുത്തു. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന പ്രോസസ്സ് അവിടെ നടക്കില്ല. ആ പ്രോസസ്സ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. അതേസമയം നമ്മൾ കൃത്യമായിട്ട് ടീച്ചിങ് എയ്ഡ്സ് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കളർഫുൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ. ഈ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾ അബ്സോർബ് ചെയ്യും. അവർക്ക് ആ രീതിയിൽ ഫ്ലാഷ് കാർഡോ അല്ലെങ്കിൽ കട്ട് ഔട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ എ എന്ന ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട്
അവരെ കൊണ്ട് അത് കൃത്യമായിട്ട് പോയിന്റ് ചെയ്യിക്കുക, അതിലൂടെ ഫിംഗർ കൊണ്ട് വെച്ചിട്ട് എഴുതിപ്പിക്കുക. ദിസ് ഇസ് ആ എന്ന് നമ്മൾ ഉച്ചാരണവും പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം എ എന്ന വാക്ക് ഉച്ചരിക്കുന്ന രീതിയിലുള്ള എയുടെ പ്രൊണൗൺസിയേഷൻ വരുന്ന രീതിയിലുള്ള വാക്കുകൾ ചൂസ് ചെയ്യുക. എ എന്ന ഉച്ചാരണം കൃത്യമായിട്ട് വരുന്ന രീതി. ആൻഡ്, ആക്സ്, ആപ്പിൾ. ആദ്യം നമുക്ക് ഫസ്റ്റ് ലെറ്റർ എ വരുന്ന രീതി കൊടുക്കാം. ദെൻ സെക്കൻഡ് ലെറ്റർ എ വരുന്ന രീതിയിൽ കൊടുക്കാം. മാറ്റ്, ഹാറ്റ്, മാൻ, പാൻ. അപ്പൊ ആ എന്നുള്ള ഉച്ചാരണം കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ഇതേ രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉച്ചാരണം അതോടൊപ്പം തന്നെ അതിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള ലെറ്ററും കൊടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞിന് കൃത്യമായിട്ട് അത് കിട്ടുള്ളൂ. കാരണം കുഞ്ഞിന്റെ പ്രായം, നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളുടെ പ്രായം 3 മുതലായിരിക്കും. അല്ലാതെ അതില് ഏറെയുള്ള പ്രായക്കാരും വരും. 3 മുതൽ 3.5, 4, 4.5 ഒക്കെ ആവും. അവർക്കൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ലേണിംഗ് കപ്പാസിറ്റി. പക്ഷെ എല്ലാ കാര്യങ്ങളും അവർക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയും. ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അത് ജനറ്റിക്കലി ഉണ്ടെങ്കിൽ പോലും പല രീതിയിലും ലേണിംഗ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കുഞ്ഞിൽ ആബ്സെന്റ് ആവും. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇടപെടേണ്ടത്. അപ്പൊ അത് കുഞ്ഞിന് അനുയോജ്യമായ രീതിയിൽ പഠനാനുഭവങ്ങൾ ടീച്ചേഴ്സ് ഒരുക്കുന്നതിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, മറ്റുള്ളവരിൽ നിന്ന് ചിലത് കേൾക്കുന്നത് കൊണ്ട് മാത്രം പഠനം നടക്കുന്നില്ല. കുട്ടിക്ക് ചിന്തിക്കാനും താരതമ്യം ചെയ്യാനും കാരണം കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും ക്രമപ്പെടുത്താനും ഊഹിക്കാനും നിഗമനത്തിലെത്താൻ വിവിധ മാർഗങ്ങളിലൂടെ പ്രകടിപ്പിക്കാനും അവസരം നൽകണം. നേരത്തെ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എയും സെക്കൻഡ് ലെറ്റർ എയും വരുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? എ വെച്ചിട്ടുള്ള വാക്കുകൾ, എ വെച്ചിട്ടുള്ള പേരുകൾ, എ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ, എ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കുഞ്ഞിനെ കൊണ്ട് കണ്ടെത്തിപ്പിക്കാം. ഐ മീൻ കുഞ്ഞിന് അറിയുന്ന കാര്യങ്ങൾ, അറിയാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അറിയുന്ന കാര്യത്തിലൂടെ ഫോക്കസ് ചെയ്യാം. അറിവിലൂടെ ആ കുഞ്ഞിന്റെ ചെറിയൊരു അറിവിലൂടെ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒട്ടും അറിയാത്ത ഒരു വിവരത്തെക്കുറിച്ച് കുഞ്ഞിനോട് സംസാരിക്കുക, അല്ലെ കുഞ്ഞിനോട് നമ്മൾ കുഞ്ഞിനെ ഐഡന്റിഫൈ ചെയ്യുകയോ ചെയ്താൽ അത് കുഞ്ഞിന് കിട്ടൂല. കുഞ്ഞിന്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട്. ആപ്പിൾ മിക്ക കുട്ടികൾക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പൊ ഈ ആപ്പിളിന്റെ ആ ഒരു രൂപം കൃത്യമായിട്ട്, ഇനിയിപ്പോ അത് ഒറിജിനലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ആവാം. ആപ്പിളിന്റെ പേര് പറയാം. ദിസ് ഇസ് ആപ്പിൾ. കുഞ്ഞുങ്ങൾ നോർമലി പറയും ആപ്പിൾ. ആ ആനെ നമുക്ക് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് കൊടുത്തിട്ട് പറയിപ്പിക്കാം. അപ്പൊ ഇവിടെ നോർമലി 3 വയസ്സ് വരെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ പഠനം നടക്കുന്നില്ല. ജസ്റ്റ് ലിസണിങ് മാത്രമേ നടക്കുന്നുള്ളൂ. പഠനം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ സീക്വൻസ് പ്രസന്റേഷനിലൂടെ തന്നെ പോകണം. അവിടെ കുഞ്ഞ് തിങ്ക് ചെയ്യണം, ചിന്തിക്കണം. ആപ്പിൾ, ആൻഡ്, ആക്സ്, ദെൻ ആങ്കർ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്ലാഷ് കാർഡ് വെച്ചിട്ടോ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. ഇത് ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൗണ്ട്സ് നമ്മൾ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ EVS കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തോട്ട് പ്രോസസ്സിങ് വേണം. വീട്ടിലേക്ക് ഇപ്പൊ വേസ്റ്റിൽ നിന്നും ഗ്യാസ് വീട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ കുറിച്ച് നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ അത് കുഞ്ഞ് ചിന്തിക്കണം. വേസ്റ്റിൽ നിന്ന് എങ്ങനെ ഗ്യാസ് എത്തിക്കുക, എങ്ങനെ അടുപ്പ് കത്തിക്കുക, വേസ്റ്റിൽ എങ്ങനെ
അടുപ്പ് കത്തിക്കാനുള്ള ഇന്ധനം കിട്ടുക എന്നുള്ള കാര്യം അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക. പല കാര്യങ്ങൾ ഇപ്പം മേ ബി നമ്മളിപ്പോൾ ലൈഫ് സൈക്കിൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ലൈഫ് സൈക്കിളിൽ മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്നുള്ള ഒരുപാട് മക്കൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അവരെ കൊണ്ട് ചിന്തിക്കാൻ പറയാം. എന്തായിരിക്കും ഉം. ആദ്യം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവരുടെ ഇമാജിനേഷൻ പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ആ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമാജിനേഷൻ ചെയ്യാൻ കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ഓറലി അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മിസ് പറഞ്ഞു തരും. അല്ലെങ്കിൽ വീട്ടിലെത്തി ഇപ്പം മിക്ക കുട്ടികൾക്കും ഹോംവർക്ക് ഹോംവർക്ക് ആരാ എഴുതി കൊടുക്കുക? ഉമ്മ എഴുതി കൊടുക്കും. നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിലുള്ള ഒരു കുഞ്ഞിന്റെ നോട്ട്ബുക്ക് ഞാൻ മറച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോ, ഇതാരാ എഴുതിയത്? വീട്ടിലെ താത്ത എഴുതി തന്നോ? താത്തല്ല, ഞാൻ ഉറങ്ങിയപ്പോ എൻ്റെ അമ്മ എഴുതിയതാണ്. അവിടെ കുഞ്ഞെന്താ ചിന്തിക്കുന്നത്? ഞാൻ ഉറങ്ങിയാലും എൻ്റെ ഉമ്മ എഴുതും, അത് മതി, ടീച്ചർക്ക് ആരെങ്കിലും എഴുതി കാണിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല, ഉമ്മാനെ ഞാൻ ഉം. എക്സാമിന് കൊണ്ടുവരില്ല, ഉമ്മ ഉം. ഇവിടെ വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞു. ഉം. ഹലോ, ആ ക്ലാസ്സിലാടാ, കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ഒരു മണിക്കൂർ ഉണ്ടാവും അവിടെ ട്ടാ. അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം കഴിയുമല്ലോ. ശരി. മിസ്സേ, അപ്പൊ അപ്പൊ നമ്മള് കോപ്പി ബുക്ക് ഒക്കെ നമ്മളിങ്ങനെ തരുമ്പോഴേ ആ അപ്പം അവർക്ക് ആ പ്രോപ്പർ ആയിട്ട് റൈറ്റ് ചെയ്യേണ്ട ഒരിത് അറിയില്ലല്ലോ. ആ അപ്പൊ നമ്മൾ കയ്യിൽ പിടിച്ച് എഴുതിപ്പിക്കുന്നത് തെറ്റാണ്. കോപ്പിയില് ഉം. പ്രോപ്പർ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഐ മീൻ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈന് കേർവ്ഡ് ലൈന് സ്പൈറൽ ലൈനൊക്കെയാണ് ആദ്യം കൊടുക്കുക. അവിടെ ഉം. കുഞ്ഞിന് കൃത്യമായിട്ട് മൂവ്മെന്റ് അറിയാൻ പറ്റും. ആരോ മാർക്ക് ഇട്ടിട്ട് ഇപ്പം എ എന്ന ലെറ്ററോ അല്ലെങ്കിൽ വേർഡൊക്കെ കൊടുക്കുകയാണെങ്കിലും ആരോ മാർക്ക് ആദ്യം ഡോട്ട് ഇട്ട് കൊടുക്കും. ഡോട്ട് ഉം. ഇട്ട് ബുക്സ് ഉണ്ട്. ഇപ്പൊ ഡോട്ട് ഇട്ട ബുക്സ് സ്കൂൾസിൽ ഇല്ലാത്ത സ്കൂളാണെങ്കിൽ കോപ്പിയിൽ ഡോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആരോ മാർക്ക് ഇടും. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ എവിടെ സ്കൂളും എൻഡ് അത് ചെയ്യണം. ഫോളോ ചെയ്യുന്നതല്ല, അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ എന്റെ അത് മോന്റെ ഒക്കെ സ്കൂളുകാർ കറക്റ്റ് ലെറ്റേഴ്സ് തന്നെയാ തരുന്നത്. ഒരു അത് ആ ടീച്ചേഴ്സിന്റെ അറിവില്ലായ്മയാണ്. ആ കൊടുക്കുന്ന ടീച്ചർക്ക് കൃത്യമായിട്ട് അതിന് പോയിന്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആ. ടീച്ചേഴ്സ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കോപ്പിയിൽ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, കേർവ് ലൈൻ, അതായത് അക്ഷരങ്ങൾ ഏതൊക്കെ രീതിയിൽ വരുന്നോ ആ രീതിയിലുള്ള പാറ്റേൺ കൊടുക്കുക. സിഗ്സാഗ്, ദെൻ നമ്മളിങ്ങനെ കോപ്പിയിൽ കൃത്യമായിട്ട് സിഗ്സാഗ് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും കൊടുക്കുക. ഇത് പിന്നെ അവരുടെ ഏത് രീതി ടെക്സ്റ്റിലുണ്ട് അങ്ങനെ, പക്ഷെ ആ കോപ്പി ബുക്കിൽ അങ്ങനെ വരുന്നില്ല. കോപ്പി ബുക്കിൽ അവർ എഴുതി ശീലിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ആ കൈ വഴങ്ങിയിട്ട് മാത്രമേ ലെറ്റർ കൊടുക്കാൻ പാടുള്ളൂ. ഉം. അല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ച് എഴുതി കൊടുക്കാന്ന് പറഞ്ഞാല് ഓ, ഉം. വീണ്ടും വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് എന്റെ വെ- മോനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അവനിങ്ങനെ റെഡ് ലൈന് തുടങ്ങി ബ്ലൂ ലൈന് വരെ സ്റ്റാൻഡിങ് ലൈൻ അങ്ങനെ ഉം, അങ്ങനെയൊക്കെ പഠിക്കും. പക്ഷെ എന്റെ മോൻ എന്തേ മോൾ എഴുതും. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് മാറുമ്പോ അവളോട് പറയും, എടി നീ ആ, എഴുതി കഴിഞ്ഞെങ്കിൽ ഇതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാൻ പറയും. അതെ അതെ. അങ്ങനെ അങ്ങനെ നൈസായിട്ട് അവൻ മുങ്ങു വന്നിട്ട്. അത് നമ്മൾ ഒരു തവണ കാണിച്ചു കൊടുത്താല് പിന്നീട് അവരത് ഉം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ. കാരണം ഈസി ഈസി മെത്തേഡ് അവർ പഠിക്കുകയാണ്. ഉം. ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഈസി മെത്തേഡ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഈസി മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഉം. പ്രോബ്ലം. സിമ്പിൾ ടു കോംപ്ലക്സ്, സിമ്പിൾ ആയിട്ടുള്ളതിന് കോംപ്ലക്സിലേക്കാണ് കുഞ്ഞുങ്ങൾ നോർമലി പോകുന്നത്. അപ്പൊ അവിടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ഒന്ന് ഒരു ദിവസമെങ്കിലും നമ്മൾ എക്സ്ക്യൂസ് കൊടുത്തപ്പോ ഒരു കല്യാണമൊക്കെ ഉണ്ടായി. അപ്പൊ നമ്മള് കുഞ്ഞ് ഭയങ്കര ടയർഡായിട്ട് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം സ്കൂളുണ്ട്. അപ്പം ഇനി കുഞ്ഞിന് വഴക്ക് കേൾക്കണ്ടെന്ന് കരുതി നമ്മള് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. പക്ഷേ അവിടെ അത് ഈ കുഞ്ഞ് പിന്നെ അത് തന്നെ ശീലാക്കും. എന്റെ കൈ ഉം. വേദനിക്കുന്നു, എനിക്ക് വയറ് വേദനിക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതിയാൽ മതി. ആ. ഹോംവർക്ക് ഇപ്പൊ നോർമലി ഏകദേശം ഒരു 4th സ്റ്റാൻഡേർഡ് വരെ ഒന്നും നമ്മളൊന്നും കൊടുക്കാറില്ല.
സ്കൂൾസിലൊന്നും ഇവിടെ ഉള്ള മോനൊക്കെ ഉണ്ട്. അവൻ ഇപ്പം UKG വെച്ചാല് ഇസ്ലാമിക് സ്കൂൾ, അത് 3 years ആയി. ഇപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് കയറിയിരിക്കുക. അപ്പൊ അവർക്ക് ആ കോപ്പി ബുക്ക് ഉണ്ട്. ആ കോപ്പി ആ, ബുക്ക് നമ്മൾ KG തന്നെ കൊടുക്കും. കൊടുക്കും. ആ പക്ഷെ അപ്പൊ KG തന്നെ ലൈൻസ് അല്ലേ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. മിസ് പറഞ്ഞതുപോലെ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ കർവ്ഡ് ലൈൻസ് അങ്ങനെയല്ലേ അതെ കൊടുക്കുന്നത്. പക്ഷെ ഇത് നേരെ അതെ ലെറ്റർ ആണ്. ആ ഇതിപ്പോ നമ്മള് ഈ ഒരു മാസം, അതായത് ജൂണില് ഫുള്ളായിട്ട് ലൈൻസും കർവ്ഡ് ലൈൻസ്, സിഗ്സാഗ് ലൈൻസ് ഇങ്ങനെ കൊടുത്തത്. അതിനുശേഷം ഓഗസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് ഈ കർവ് ലൈൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രേസ് ചെയ്യിക്കുകയാണ് ലെറ്റേഴ്സ്. ഉം, ആ ഉം, ട്രേസ് ചെയ്ത് കഴിഞ്ഞ ലെറ്റേഴ്സ് ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഉം. അവിടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ. ആ ഒരു രീതിയിൽ കോപ്പിയിൽ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മാർഗമാണ് സ്ലേറ്റിൽ എഴുതിക്കുക എന്നുള്ളത്. ഉം, സ്ലേറ്റിൽ ഉം. കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് എഴുതി ശീലമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് കോപ്പിയിൽ എഴുതിക്കും. അപ്പൊ കോപ്പി ബുക്കിൽ കൃത്യമായിട്ട് തന്നെ അവർക്ക് ആദ്യം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് റിസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല. ചില കുട്ടികൾ ഡോട്ട് ഇടാതെ തന്നെ എഴുതും. അപ്പൊ അവർക്ക് നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ വീട്ടിൽ നിന്നാണ് അങ്ങനെ ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ പിടിച്ച് എഴുതിക്കുന്നതിനേക്കാളും ഏറ്റവും പെർഫെക്റ്റ് മെത്തേഡാണ് ഡോട്ട് ഇട്ട് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നൊരു ഡോട്ട്, ആ രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞ് തനിയെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് അവനത് മനസ്സിലാക്കാൻ സാധിക്കുക. എപ്പോഴും ഡോട്ട് ഇട്ട് കൊടുക്കരുത്. 1-2 ലൈനിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതേ രീതിയിലോട്ട് എഴുതാൻ പറയുക. പിന്നെ ഡിക്റ്റേഷൻ അപ്പൊ ഒരു വേർഡ്സ് പേജ് ഫുൾ അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കണ്ട. വേണ്ട വേണ്ട. അങ്ങനെ വേണ്ട. ഒരു പേജ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ലൈനിലേക്ക് അവന് വീണ്ടും അടുത്ത വേർഡ് വരുമ്പോൾ വീണ്ടും നമ്മൾ അതേ രീതി ചെയ്തു കൊടുക്കേണ്ടി വരും. 1-2 ലൈനിൽ കൊടുക്കുക. ആ 1-2 ലൈനിൽ ഇട്ട് തരുള്ളൂ, ബാക്കി നീ എഴുതുന്ന രീതിയിൽ. അപ്പം മേ ബി ചിലപ്പോ 3-4 ലൈനിലോട്ട് വരുമ്പോൾ പിന്നെയും ഒന്നും കൂടെ ആ പെൻസിൽ ഒന്ന് മുകളിലത്തെ ലൈനിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യും. അവൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യും അതെങ്ങനെയാണ് എഴുതിയത് എന്നുള്ളത്. റിപ്പീറ്റ് ചെയ്തോട്ടെ. അവരാ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കാനാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ഞാനൊക്കെ പാരന്റ്സിനോട് പറയാറുള്ളത്, നിങ്ങൾ പഠിപ്പിക്കേണ്ട, ഐ മീൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഓരോ സെന്റൻസും നിങ്ങൾ റീഡ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ നിന്ന് എന്തെടുത്തു എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും ഓരോ ദിവസവും. അത് ജസ്റ്റ് ഒന്ന് അവൻ റീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബുക്കിലേക്ക് അവനൊന്ന് നോക്കിയിട്ട് അത് പറയുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബൈ ഹാർട്ട് എന്നുള്ള സംഭവമേ പാടില്ല. ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നോർമലി ബുക്സ് മുമ്പിൽ ഉണ്ടായിരിക്കും, അവന്റെ കണ്ണ് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു തരും. കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അവർ പെട്ടെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അത് റിപ്പീറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ബുക്സ് നോക്കണ്ട, ബുക്സിൽ അക്ഷരങ്ങൾ അറിയുന്നില്ല. അതാണ് മെയിൻ റീസൺ. നമ്മൾ ഓറലി പറഞ്ഞ കാര്യങ്ങൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ബുക്ക് നോക്കി വായിക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ആ ബുക്കിലുള്ള ആ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയും. അപ്പൊ അവിടെ അവർക്ക് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് അക്ഷരം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അക്ഷരം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ അക്ഷരത്തിന്റെ സൗണ്ട് വെച്ചിട്ടാണ് കുഞ്ഞ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഏതൊരു വാക്ക് കേട്ട് കഴിഞ്ഞാലും അവനത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. കൃത്യമായിട്ട് എഴുതും. അപ്പം നമ്മള് മാൻ എന്ന് പറയാണ്. മാൻ. കുഞ്ഞ് 2-3 പ്രാവശ്യം മാൻ എന്ന് റിപ്പീറ്റ് ചെയ്യും. മാൻ. അത് പറഞ്ഞ് എഴുതണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ഈ ഒരു ശേഷി അവർക്ക് കിട്ടുള്ളൂ. ഇമാജിനേഷനും അതുപോലെ തന്നെ അത് കണ്ടെത്തണം. ഏത് അക്ഷരമാണ് കേട്ടത്, ഏത് അക്ഷരമാണെന്ന് അവര് അവരുടെ ബ്രെയിനിൽ സെർച്ച് ചെയ്ത് അത് കണ്ടെത്തണം. ഡോഗ്, ഡ, ഓ, ഗ. ആ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ലേണിംഗ് പ്രോസസ്സിലും അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി 4th point.
നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം പഠനം നടക്കുന്നുവെന്ന് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. അത് നമുക്ക് കുട്ടികൾക്ക് നോട്ട് ചെയ്ത് കൊടുക്കുന്നത് പ്രയാസമാണ്. ഐ മീൻ ഓരോ കുട്ടികളെയും നമ്മൾ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീരീഡ്, ആ ഒരു സമയം മാത്രമേ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ടീച്ചർ നടത്തുന്ന ആസൂത്രണം പഠനത്തിന്റെ സന്ദർഭങ്ങൾ ഒരുക്കുന്ന സഹായി എന്ന നിലയിലേക്ക് സ്വയം മാറുന്നതിലൂടെ ഈ ഒരു സംഭവത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ഐ മീൻ ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയ ടീച്ചിങ് എയ്ഡ് അത് നമ്മൾ കൊടുക്കുന്ന ഒരു ആസൂത്രണമാണ്. ഐ മീൻ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തലേ ദിവസം തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ക്ലാസ് ആകെ നമുക്ക് കിട്ടുന്നത് 40 മിനിറ്റ് ആണ്. 10 മിനിറ്റ് ടീച്ചിങ് എയ്ഡ് വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു, 10 മിനിറ്റ് ഓറലി കൊടുക്കുന്നു, ദെൻ 10 മിനിറ്റ് വീണ്ടും ഈ ഓറലായിട്ടും അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ് വെച്ചിട്ടും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ദെൻ അടുത്ത 10 മിനിറ്റിൽ അവരെ കൊണ്ട് നമ്മൾ റൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റില് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 10 മിനിറ്റില് മേ ബി ചില കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ ക്ലാസ് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അവിടെയാണ് അടുത്ത 10 മിനിറ്റിന്റെ ഇമ്പോർട്ടന്റ്. നമ്മൾ ടീച്ചിങ് എയ്ഡ് കയ്യിലുണ്ട്, പിന്നെ ഓറലി ആണ് കൊടുക്കുന്നത്. അപ്പൊ ടീച്ചിങ് എയ്ഡും ഓറലി ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ അടുത്ത 10 മിനിറ്റും ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നും കൂടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാത്തതുണ്ടോ, ഇനി നമ്മൾ നോർമലി അവരെ കൊണ്ട് ഒരുമിച്ച് പറയിപ്പിക്കുമ്പം ആർക്കാണ് കിട്ടിയത്, ആർക്കാണ് ഇത് മനസ്സിലാവാത്തത് എന്നുള്ള കാര്യം നമുക്ക് കിട്ടൂല. കാരണം എന്താണ്, അടുത്ത ആള് പറയുന്നത് കേട്ടിട്ട് ഇയാളും തന്റെ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് കരുതും, അവനും പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഓരോ ബെഞ്ചിലും പോയിട്ട് ആ ബെഞ്ചിലുള്ള ഇപ്പൊ മൊത്തത്തിലൊന്നും പറയിപ്പിക്കേണ്ട, ആ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യത്തിൽ കുറച്ച് പ്രയാസമുള്ള ഒന്നോ രണ്ടോ വാക്ക് ചൂസ് ചെയ്തിട്ട് അവരോട് പറയാൻ പറയുക. അതിന്റെ സ്പെല്ലിങ്ങും നമുക്ക് പറയാൻ പറയാം. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ചൂസ് ചെയ്തിട്ട് അവിടെ കൃത്യമായിട്ട് ആർക്കാണ് കിട്ടാത്തത്, അതായത് ആർക്കാണ് ഇത് മനസ്സിലാവാത്തത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ടീച്ചിങ് എയ്ഡ്സ് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്ലാഷ് കാർഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 4, 5, 6 ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ഒരേ സമയം ആക്ടിവിറ്റി ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് അത് അവർ പറയിപ്പിക്കുക. ഐ മീൻ സെയിം ഫ്ലാഷ് കാർഡ് ആവുമ്പോൾ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അടുത്ത ആളും പറയും. എന്നിട്ട് അടുത്ത ഗ്രൂപ്പിന് അത് ഷഫിൾ ചെയ്തിട്ട് കൊടുക്കുക. നേരത്തെ തന്നെ അല്ല, നമ്മൾ പറയുന്ന കുഞ്ഞിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കുഞ്ഞുണ്ടെങ്കിൽ എടാ പറഞ്ഞോണ്ടടാ, പറയടാ എന്ന് പറഞ്ഞിട്ട് ഇവര് ചോദിച്ച് പറയും നമ്മളോട്. പക്ഷെ അതൊരിക്കലും നമ്മൾ അലോ ചെയ്യാൻ പാടില്ല. ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ജസ്റ്റ് ഒന്ന്, കൂടുതലൊന്നും വേണ്ട, 1, 2 വാക്ക് നമുക്ക് പറയിപ്പിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടുപോയ ടീച്ചിങ് എയ്ഡ്സ് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. അവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ ഫിഫ്ത്ത് പോയിന്റ് വരുന്നത്, ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ടുള്ള പുസ്തക പ്രധാനമായ ബോധന പ്രവർത്തനങ്ങൾക്ക് പകരം ക്ലാസ്സിലും വെളിയിലുമായി നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ ഒരുക്കും. അപ്പൊ നമ്മൾ പുസ്തകത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പറയാണ്. ഇപ്പം സണ്ണിനെ കുറിച്ച് പറയാണ്, സൺറൈസ്, സൺസെറ്റ്, ദെൻ മോർണിംഗ്, നൂണ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ് EVS. ക്ലാസ് മുറിയിൽ സൂര്യന്റെ ചിത്രം കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന ചിത്രവും നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ദെൻ രാത്രി ആയതും കാണിച്ചു കൊടുക്കും. ഇതേ ആക്ടിവിറ്റി നമുക്ക് മോർണിംഗില് സൂര്യനെ ഈസ്റ്റിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈസ്റ്റ് ഏതാണ്, വെസ്റ്റ് ഏതാണ്, നോർത്ത് ഏതാണ്, സൗത്ത് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കുഞ്ഞ്. എങ്കിൽ മാത്രമാണ് കുഞ്ഞിന് ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഏരിയാസ് മനസ്സിലാവുള്ളൂ. അവിടെ നമുക്ക് പുറത്തു കൊണ്ടുപോവാം.
മോർണിംഗിൽ കാണിച്ചു കൊടുക്കാം, സൺറൈസ് ചെയ്ത് സണ്ണിങ്ങനെ പതിയെ പൊങ്ങി വരുന്നത്. ദെൻ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം, സൂര്യൻ എവിടെയാണ്, ആകാശത്തിന്റെ മുകളിലാണ്. ദെൻ ഈവനിങ്ങിലോട്ടാവുമ്പോൾ നേരെ പോകുന്നത് പടിഞ്ഞാറിലോട്ടാണ്. ഈ പടിഞ്ഞാറില് സൂര്യൻ നല്ല റെഡ് കളർ, സൂര്യന്റെ അഭിമുഖമായി ഭൂമി വരുന്ന സമയത്താണ് നല്ല ഒരു ഓറഞ്ച് കളറിൽ നിൽക്കുക. അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഒരു അറിവ് നമ്മൾ നോർമലി ക്ലാസ് റൂമിൽ വെച്ചിട്ട് ചാർട്ടോ അല്ലെങ്കിൽ പിക്ചറോ വെച്ച് പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് കിട്ടൂല. കാരണം മോർണിംഗിലും ഈവനിങ്ങിലും സൺറൈസിന്റെ ചൂട്, സൂര്യനിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന ചൂട് കുറവാണ്. പക്ഷെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലോ നമ്മൾ തലക്ക് മുകളിലാണ് സൂര്യൻ വരുന്നത്, ഡയറക്റ്റ് നമുക്ക് ചൂട് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അത് കുട്ടികളെ ഫീൽ ചെയ്യിപ്പിക്കുക. ഫീൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ 6th പോയിന്റ് വരുന്നത്, വിഷയങ്ങളെ വേർതിരിച്ച് അറകളാക്കുന്നതിന് പകരം സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഉദ്ഗ്രഥ പ്രവർത്തനങ്ങൾ, ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. നമ്മളിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ജോഗ്രഫിയും ഹിസ്റ്ററിയും സയൻസും ഈ 3 വിഷയങ്ങളിലും അതിന്റെ സബായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കാണ്. ഫോർ എക്സാമ്പിൾ കൾച്ചറൽ ഏരിയയുടെ, അതായത് നമ്മളെ നാച്ചറിനെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ച്, കരയിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ച്, ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ ഈ വെള്ളത്തിൽ വീട് വെച്ച് താമസിക്കുന്നവര്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റും, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പൊ അവിടെ സബ്ജക്റ്റിനെ വേർതിരിക്കുന്നതിന് പകരം ആ സബ്ജക്റ്റ്, നമ്മൾ പഠിപ്പിക്കേണ്ട സബ്ജക്റ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആണോ അതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനനുയോജ്യമായ സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി അടുത്ത സബ് പോയിന്റ് വരുന്നത് ഉദ്ഗ്രഥിത പ്രവർത്തനങ്ങൾ, ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ്. ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു കോഴ്സ് എടുക്കാൻ പോവാണ്, അതിന്റെ കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് മറ്റൊരു കോഴ്സും കൂടെ എടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നതാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ മോണ്ടിസറി പ്രീ പ്രൈമറിയിൽ കോംബോ ആണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ആക്ടിവിറ്റി ഈ ഒരു സമയത്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, അർത്ഥപൂർണമല്ലാത്ത അഭ്യാസങ്ങൾ, മനഃപ്പാടമാക്കൽ എന്നിവ ചെയ്യുന്നതിന് പകരം കുട്ടിയെ ചിന്തിപ്പിക്കുന്ന, കണ്ടെത്തുന്ന ഒരാളായി മാറ്റുക. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ അവരെ ചിന്തിപ്പിക്കുക. ഇപ്പോ ക്ലാസ്സിൽ നോർമലി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്, സബ്ജക്റ്റാണ് കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവിടെ കായിക വിദ്യാഭ്യാസം, PT, സ്പോർട്സ് ആക്ടിവിറ്റീസ്, അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇന്റഗ്രേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്, പഠനത്തിന്റെ കൂടെ തന്നെ കുഞ്ഞിന് ഇന്റഗ്രേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യം. അപ്പൊ അവിടെ മീനിങ് ഫുൾ ആയിരിക്കണം ആക്ടിവിറ്റീസ്, എല്ലാം അർത്ഥപൂർണമായിരിക്കണം. മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈഹാർട്ട് എന്ന സിസ്റ്റം ഒഴിവാക്കുക, മനഃപ്പാടമാക്കുക. ബൈഹാർട്ടിന് പകരം കുട്ടിയെ തോട്ട് പ്രോസസ്സിംഗ് കൊണ്ടുവരിക, ഇമാജിനേഷൻ പവർ ഡെവലപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത്
മനസ്സിലാക്കാനുള്ള നമുക്ക് അവന് ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എഴുത്ത് പരീക്ഷയ്ക്ക് മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തിനപ്പുറം കുട്ടിയുടെ ഭൗതികവും വൈകാരികവും സാമൂഹികവുമായ വികസനത്തിൽ ഊന്നുക. നോർമലി പല സ്കൂളുകളും ആ ഒരു സമയം, അതായത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, എക്സാം എന്നൊരു പോയിന്റിലേക്കായിരിക്കും കുട്ടികളെ ഫോക്കസ് ചെയ്യിക്കുന്നത്. എക്സാമിന് മാർക്ക് കുറക്കൂട്ടോ, ഇന്റേണൽ എക്സാം മാർക്ക് കുറക്കൂട്ടോ എന്നുള്ള ഒരു ത്രട്ടൻ എപ്പോഴും ഈ ഒരു ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുക. ഐ മീൻ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. പരീക്ഷ എന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കപ്പുറം ജീവിത മൂല്യങ്ങളുണ്ട്. വാല്യൂസ് കീപ്പ് ചെയ്യണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കുഞ്ഞാവുമ്പോൾ തന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് എന്താണോ, ഐ മീൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ഗെയിം കളിക്കാണ് പാപ്പ പോയി എടുത്തോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലാതെ ഒരു വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് എക്സാമിന് വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് വേണ്ടിയാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്, എക്സാമിന് വേണ്ടി ഈ 10ാം ക്ലാസ്സിന്റെ എക്സാം അല്ലെങ്കിൽ +2ന്റെ എക്സാം കൊണ്ട് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഞാൻ എവിടെ നിൽക്കൂല, ഞാൻ എൻ്റെ കരിയർ തപ്പിപ്പോവും. 10 +2 വരെയുള്ള എക്സാംസ് നിർബന്ധമാണ്. അപ്പൊ അവിടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് കുഞ്ഞുങ്ങൾ എടുക്കുന്നത്. ഒരു കാരണവശാലും ആ രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമുക്ക് പണി കിട്ടും. ഐ മീൻ ഒരു പിന്നെ ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മക്കള് അവര് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ അവർ മറ്റുള്ളവർക്കിടയിലും അവർക്ക് കാണിക്കുക. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്ന് അതിഥികൾ പോകുന്നത് വരെ എനിക്ക് അവിടെ റോളില്ല, ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു കുഞ്ഞ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം സെൽഫിഷ് ആവുകയാണ് കുഞ്ഞ്. എൻ്റെ കാര്യം, അവരെന്നെ കാണാൻ വന്നതല്ല, അവരെന്നോട് സംസാരിക്കാൻ വന്നതല്ല, അവർ സംസാരിക്കാൻ വന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടി പൊക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സാം പ്രിപ്പറേഷൻ എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവരുടെ സെൻസ് ഡെവലപ്പ് ചെയ്യാനുണ്ട്, അവരുടെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യാനുണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനുണ്ട്, അവരുടെ തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യണം. ഇത്തരം ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദെൻ സഹകരണാധിഷ്ഠിത പഠനം സാധ്യമാക്കുക. മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ഇപ്പൊ 2-3 പെൻസിൽ ഒരാളുടെ കയ്യിലെന്നും ആൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ദിവസം പെൻസിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനോട് പറയാണ്, നിന്റെ ബോക്സിൽ നിന്ന് ഒരു പെൻസിൽ എടുത്തിട്ട് അവന് കൊടുക്ക്, അവൻ മറന്നു പോയതല്ലേ. അപ്പൊ ആ സമയത്ത് കുഞ്ഞ് പറയാണ്, പറ്റില്ല, എൻ്റെ പെൻസിൽ ഞാൻ ആർക്കും കൊടുക്കൂല, അതെനിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? സെൽഫിഷാണ്, അവിടെ കോപ്പറേഷൻ ഇല്ല. ദെൻ അതേസമയം കുട്ടി ഓക്കെ ഞാൻ തരാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ കുഞ്ഞിന് ഒരു എന്താ പറയാ, ഒരു കൊടുക്കാനുള്ളൊരു മെന്റാലിറ്റി കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മളും ഫോക്കസ് ചെയ്യേണ്ടത്. വെറും ഒരു പുസ്തകം മാത്രമല്ല, നമുക്ക് ചുറ്റും മറ്റുള്ളവരുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിക്കണം, അവരുടെ ആഗ്രഹങ്ങൾ നമ്മാൽ കഴിയുന്ന വിധം സഹായിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കുഞ്ഞിനെ മാറ്റേണ്ടത് ആസ് എ ടീച്ചർ എന്ന രീതിയിൽ നമ്മളാണ്. ദെൻ പാരൻസ് അതിന് കൃത്യമായിട്ട് നമുക്ക് പിന്തുണയും തരണം. ദെൻ നെക്സ്റ്റ് വരുന്നത് സർഗാത്മക പ്രകടനത്തിനുള്ള സാധ്യതകൾ ഒരുക്കുക. സർഗാത്മക പ്രകടനം, ഇപ്പം നിങ്ങൾ പല വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. സ്കൂൾസിലൊക്കെ ചാന്ദ്രദിനം, ഇപ്പം റീസെന്റ് ആയിട്ട് വരുന്നതാണ് ചാന്ദ്രദിനം.
അതിനു മുമ്പ് റീഡിംഗ് ഡേ കഴിഞ്ഞു പോയി, ബഷീർ ദിനം കഴിഞ്ഞു പോയി, ദെൻ ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ ആ ഒരു സമയത്ത് ഇൻ കേസ് ഇങ്ങനെയുള്ള ഓരോ സ്പെസിഫൈ ആയിട്ടുള്ള ഡേയ്സിലും കുഞ്ഞിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ ചാന്ദ്രദിനം ശരിക്കും ഇന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് അവധിയായതിനാൽ നാളെയാണ് ചാന്ദ്രദിനം ഓരോ സ്കൂളിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചാന്ദ്രദിനത്തിന്റെ സന്ദേശം എന്താണ്? മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ട് കാലുകുത്തിയ ഒരു ദിവസമാണ്. അതിനാണ് നമ്മൾ ചാന്ദ്രദിനം എൻജോയ് ചെയ്യുന്നത്. ഐ മീൻ ആഘോഷമായിട്ടല്ല, ഈ ഒരു രീതിയിൽ ഐ മീൻ കൃത്യമായിട്ട് ചാന്ദ്രദിനത്തില് എന്താണ് ചാന്ദ്രദിനം, എന്തിനാണ് ആ ഒരു ഡേനെ പ്രത്യേകമായിട്ട് പറയുന്നത്, എന്താണ് ചരിത്ര നേട്ടം, തോട്ട് പ്രോസസ് അവിടെ കൊടുക്കണം. കൃത്യമായിട്ട് അവർ കണ്ടെത്താനിപ്പം കുട്ടികൾക്ക് നമ്മളെക്കാളും ക്വാളിറ്റി ഉണ്ട് മക്കൾക്ക്. ഹായ് ജെമിനി എന്ന് പറഞ്ഞ അവരങ്ങ് ചോദിക്കും. ജെമിനി കൃത്യമായിട്ട് അതിന് ആൻസറും കൊടുക്കും. എന്ത് A to Z കാര്യങ്ങളാണെങ്കിലും മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. മക്കൾ മാത്രമല്ല, നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ജെമിനിയോട്. പക്ഷെ ജെമിനിയെയും സൂക്ഷിക്കുക. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരു കാരണവശാലും ജെമിനിക്ക് നൽകാണ്ടിരിക്കുക. റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അതിന്റെ എല്ലാ റിസൾട്ടും തന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ആരുടേതാണ്? താങ്കളുടേതാണോ? ഇങ്ങനെയൊക്കെ ജെമിനിന് വരും. അപ്പൊ അവിടെ നമ്മുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് അവർ സ്റ്റോർ ചെയ്യും. താങ്കൾക്ക് മുമ്പ് ഇന്ന അസുഖത്തിനും ഇന്ന രീതിയിൽ ബ്ലഡിന് പ്രശ്നമുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഫർദർ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ഇപ്പൊ ചാന്ദ്രദിനത്തിന്റെ ആണ് പറഞ്ഞത്. ചാന്ദ്രദിനം നമ്മൾ സർഗാത്മകമായിട്ട് എൻജോയ് ചെയ്യുക. സർഗാത്മകമായിട്ട് എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കൈ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഭൂമിയെ ഉണ്ടാക്കാം. ദെൻ ചാന്ദ്രദിനത്തിന്റെ ആ ഒരു റോബോട്ട് പോലുള്ള ഒരു സംഭവമല്ലേ, ഐ മീൻ അവരുടെ ആ ഡ്രസ്സ്, അതിനെ നമുക്ക് റെന്റിന് എടുത്തിട്ട് മറ്റുള്ള കുട്ടികൾക്കിടയിൽ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഇടക്കിടക്ക് പാട്ട് പാടുക, ആക്ഷൻ സോങ്, കഥ പറച്ചില്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ആ ഒരു ദിവസം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. 1, 2, 3 ദിവസമൊക്കെ മാറി നിൽക്കുന്നവരുണ്ടാവും. പിന്നെ അവരായിരിക്കും ഉഷാറ്. ആ രീതിയിൽ നമുക്ക് സർഗാത്മക പ്രകടനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് എൻ്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ. എന്താണ് ടീച്ചിങ് മാനുവൽ? ടീച്ചിങ് മാനുവൽ കൃത്യമായിട്ട് പറഞ്ഞാല് നമുക്ക് ഇപ്പം ഓഗസ്റ്റ് വരെ, ജൂൺ ടു ഓഗസ്റ്റ് ഏകദേശം ലാസ്റ്റിലേക്കാണല്ലോ നമുക്ക് ഓണം വെക്കേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു 3 മാസം എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിലാണ് ഇത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഒരു കാര്യം എത്തിച്ചാൽ പോരാ, അതിന്റെ പുറകില് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ എത്തിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ലെസൺ പ്ലാനും ടീച്ചിങ് മാനുവലും സെയിം അല്ല. ലെസൺ പ്ലാന് അതാത് ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പൊ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ 2 പീരീഡാണ്. ഇതായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പൊ ആ ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷനാണ് ലെസൺ പ്ലാൻ. ടീച്ചിങ് മാനുവൽ 2 രീതി ചെയ്യുന്നുണ്ട്. ഒന്ന്, നമുക്ക് കിട്ടിയ ഒരു പാറ്റേൺ ഓരോ ടേമിനും ഇന്ന രീതിയിൽ ഇത്ര ചാപ്റ്റർ കവർ ചെയ്യണം, ആ ചാപ്റ്ററിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കണം, ഇത്ര വാക്കുകൾ അവർ പഠിക്കണം എന്നുള്ളത്. അതേസമയം അത് ട്രഡീഷണൽ മെത്തേഡിലോട്ട് പോകുമ്പോൾ, മോണ്ടിസറി മെത്തേഡിലോട്ട് പോകുമ്പോൾ അവിടെ ടീച്ചിങ് അസസ്മെന്റ് എന്നൊരു സംഭവമുണ്ട്.
കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ് കുഞ്ഞിന് കിട്ടിയത്, വിഷ്വലി ആയിട്ടും അവരുടെ സെൻസ് ഓർഗൻസിന്റെ എല്ലാ പാർട്ടായിട്ടും, അതുപോലെ തന്നെ അവന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഓറൽ ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റൽ പ്രോസസ്സും കൊടുക്കുന്നതാണ് മോണ്ടസറിയിൽ ടീച്ചിങ് മാനുവൽ. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിൽ നോർമൽ സ്കൂളിലോട്ട് ടീച്ചിങ് മാനുവൽ വരുമ്പം നമ്മൾ 3 മാസം അല്ലെങ്കിൽ 1.5 മാസം 2 മാസം അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ആ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കുക, എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് ഇതിന് മേക്ക് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ട് നമ്മളത് വാച്ച് ചെയ്യണം, ചെയ്തു വെക്കണം. എങ്കിലേ നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ കിട്ടുള്ളൂ. ഇത്ര മണിക്കൂർ ഇപ്പൊ നമുക്ക് പീരിയഡ് ഏകദേശം 40 മിനിറ്റ് ആണ്. ഈ ഒരാഴ്ചത്തെ ടൈം ടേബിളിൽ കുറഞ്ഞ പീരീഡ് ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഒരു 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ആയിരിക്കും അവർക്ക് ക്ലാസ് എടുക്കാൻ കിട്ടുന്നത്. ഈ സമയത്തിനിടക്ക് 40 മിനിറ്റ് 45 മിനിറ്റ് അല്ല 1.5 മണിക്കൂർ 2 പീരീഡ് ആയിട്ടാണ് വരുന്നത്. ഈ സമയത്തിനിടക്ക് കൃത്യമായിട്ടും സാർ ഉദ്ദേശിച്ച രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അത് നമ്മൾ വെറുതെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. പക്ഷെ നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ് ചെന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നമ്മളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് നമ്മൾ പറയും ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആ ആക്ടിവിറ്റി വളരെ രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസവും അവര് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഐ മീൻ ആ ഒരു ആക്ടിവിറ്റിയിൽ വളരെ പെർഫെക്റ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരാഴ്ച പറഞ്ഞാൽ തിങ്കൾ ടു വെള്ളി വരെ, മൺഡേ ടു ഫ്രൈഡേ വരെ ഇത്ര ടൈമാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം നമുക്ക് ഒരു 5 ദിവസം ഓരോ പീരീഡാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്? 2 മണിക്കൂർ അല്ലെ? 5 ദിവസം 2 മണിക്കൂർ ഏകദേശം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ 2 മണിക്കൂറിൽ 1 മണിക്കൂർ നമുക്ക് കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ കൊടുക്കുക. 1 മണിക്കൂർ അവരുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് അവരുടെ നോട്ട്ബുക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. നമ്മളിങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ദിവസം ആബ്സെന്റ് ആവേണ്ടി വന്നു. എന്തെങ്കിലും ഒരു അസുഖം വന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കയറുന്ന ടീച്ചർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറെ ഇന്ന് ഈ ഒരു ഭാഗം എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് ഇത് ഒന്ന് എഴുതി റെഡിയാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് പറയിപ്പിച്ച് റെഡിയാക്കണം കേട്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് വേണം? എൻ്റെ ടീച്ചിങ് മാനുവൽ എന്ന് പറയണം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്താ, ഇപ്പൊ ഞാൻ നോർമലി അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ടെക്സ്റ്റ് ബുക്കിലോട്ട് നമുക്ക് പോകാം. ഓരോ വിഷയത്തിലും ഓരോ ക്ലാസ്സിലും കുട്ടി നേടാൻ ഉദ്ദേശിക്കുന്ന ശേഷികൾ കരിക്കുലത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും ആ ചാപ്റ്ററിന്റെ ടീച്ചിങ് ബുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ ടീച്ചേഴ്സിനും ടീച്ചേഴ്സ് കോപ്പി ഉണ്ടായിരിക്കും. ആ ടീച്ചേഴ്സ് കോപ്പിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പഠന അനുഭവങ്ങൾ ഒരുക്കുകയാണ് അധ്യാപികയുടെ ഉത്തരവാദിത്തം. ഓരോ അധ്യാപികയും സ്വന്തം ക്ലാസ്സിന്റെയും കുട്ടികളുടെയും നിലവാരത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാവണം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ. നിശ്ചിത ശേഷിക്കാർക്ക് ആവശ്യമായ പഠന പുസ്തകങ്ങൾ ഏതിന്റെയൊക്കെ സഹായത്തോടെ രൂപീകരിക്കാം. അപ്പൊ നമ്മുടെ കുട്ടികൾ, ഇപ്പൊ 20 കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 20 കുട്ടികളും ഒരേപോലെ ക്യാച്ച് ചെയ്യില്ല. ചില കുട്ടികൾ ഇപ്പൊ അതിൽ 5-6 കുട്ടികൾ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ക്യാച്ച് ചെയ്യും. ബാക്കി കുട്ടികൾക്ക് കുറച്ച് ഡിലേ ആയിരിക്കും മനസ്സിലാക്കാൻ. ഇനി അതിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, എന്ത് പറഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അവരെ നമുക്ക് എന്ത് വേണ്ടി വരും? ഇൻഡിവിജ്വൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇൻഡിവിജ്വൽ സപ്പോർട്ട് നമുക്ക് നോർമലി നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഇറിറ്റേറ്റഡ് ആയിരിക്കും.
അവരെ ടീച്ചർ നന്നായിട്ട് നോക്കും. ഞങ്ങൾ എഴുതിയാൽ പോലും ശ്രദ്ധിക്കൂല എന്ന് പറയുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമുക്ക് മുമ്പിലൂടെ വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ കെയറിങ് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ടൈം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. ഒന്നുകിൽ ഇന്റർവെല്ലിന്റെ സമയം അവർക്ക് വാഷ്റൂമിൽ പോയി വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഉടനെ വരിക എന്ന് പറയാം. ഈ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളോട് ഒരു ഏകദേശം ഒരു 1-2 മാസം നമ്മൾ കൃത്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്ത്, അപ്പോൾ അവർക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല, മനസ്സിലാക്കാൻ കുഴപ്പമില്ല, എഴുതാനും പ്രശ്നമില്ല. ഇങ്ങനത്തെ കുട്ടികളാണെങ്കിൽ നമുക്ക് മിനിമം 2 മാസത്തിനുള്ളിൽ തന്നെ അവരെ പഠനത്തിലേക്ക് എത്തിക്കാം. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രശ്നം, അക്ഷരം ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ മനസ്സിലാവാത്ത പ്രയാസം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവരെ എക്സ്ട്രാ കെയറിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് പലപ്പോഴും പല സ്കൂളുകളും ചെയ്യുന്നത് സെക്കൻഡ് സാറ്റർഡേസ് പബ്ലിക് ഹോളിഡേ ആണ്. അപ്പൊ ഈ സെക്കൻഡ് സാറ്റർഡേസിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം കുട്ടികൾക്ക് ക്ലാസ് വെച്ചിട്ടാണ് അവരെ കവർ ചെയ്യുന്നത് മോണ്ടസറി സ്കൂൾസിൽ. അതുപോലെ തന്നെ നോർമൽ CBSE സ്കൂളിലാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ടുള്ള പഠനമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ടീച്ചിങ് എയ്ഡ്സിന് എന്തിൻ്റെയൊക്കെ സഹായങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, പാഠപുസ്തകങ്ങൾ. നമ്മുടെ കരിക്കുലം തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വരുന്നത് അധ്യാപക സഹായികൾ, ടീച്ചിങ് എയ്ഡ്സ്. ദെൻ നമുക്ക് ടീച്ചേഴ്സിനുള്ള ടീച്ചേഴ്സ് കോപ്പി. മൂന്നാമത്തത് ക്ലസ്റ്റർ മീറ്റിംഗ്സ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേറെ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട്, ഇപ്പൊ നമ്മളൊരു കരിക്കുലം ഏതിന്റെ അണ്ടറിലാണോ എടുത്തിട്ടുള്ളത്, പല പബ്ലിഷേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ അണ്ടറിൽ എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കോ കൃത്യമായിട്ട് അധ്യാപകർക്ക് പരിശീലനം ഉണ്ടായിരിക്കും. ക്ലസ്റ്റർ യോഗം എന്നാണ് അതിന് പറയുന്നത്. അതിലൂടെ നമുക്ക് ഈ ഒരു പഠന പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ശേഷികളിലേക്ക് എത്താം. ദെൻ നാലാമത്തത് വരുന്നത് സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ്. ഈ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ തന്നെ 1-2 ടീച്ചേഴ്സ് ഇത്തരം സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള കുട്ടികൾക്ക്, സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഈ കുഞ്ഞുങ്ങളും ആ സാറന്മാരും നിന്നിട്ട് അവരുടെ ക്രിയേറ്റീവ് മൈൻഡും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് എത്തിക്കുക. അതിനാണ് സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ടീച്ചേഴ്സ് ഉണ്ടാവാം, PTA എന്ന ആളുകൾ ഉണ്ടായിരിക്കുക, ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെയും ആഡ് ചെയ്യുക. കുട്ടികളെ ആഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ നിന്നും ഇവർ ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റുകയോ ചെയ്താൽ ഇവരത് പറയത്തില്ല. ഇവർ ബുക്സും കൊണ്ടുവരില്ല സ്കൂളിന്റെ. അപ്പൊ അവിടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളെ 1-2 കുട്ടികളെ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും, ഇന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ റീഡ് ചെയ്തപ്പോൾ വായിക്കാൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ദെൻ ലാസ്റ്റ് പോയിന്റ് വരുന്നതാണ്, 5ാമത്തെ പോയിന്റാണ് അധ്യാപക സംഗമം. ടീച്ചേഴ്സിന്റെ ഇടക്കിടക്ക് കൂടിയിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ട് ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള യോഗങ്ങളൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ പല രീതിയിലേക്ക് 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. ദെൻ ഫലപ്രദമായിട്ടുള്ള ക്ലാസ് റൂം പ്രവർത്തനം നടക്കണമെങ്കിൽ അധ്യാപികയുടെ വിഭവശേഷി നിരന്തരമായിട്ട് വർദ്ധിപ്പിക്കുകയും പുനരവലോകനം നടത്തുകയും വേണം. നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബുക്സ് വെച്ച് പോയിട്ടോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ കഴിയില്ല, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ഗ്രൂപ്പ്സ്, ഇപ്പം അധ്യാപക സംഗമം, ക്ലസ്റ്റർ യോഗം, ഇതൊക്കെ ആവുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അവരെന്താ ചെയ്യുന്നത്, അവരുടെ സ്കൂളിൽ ഏത് രീതിയിലാണ് ഇത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് കുട്ടികൾക്ക് ഇതിൽ ഡെവലപ്മെന്റൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ നമുക്കും ഇംപ്ലിമെന്റ് ചെയ്യാം.
അവിടെ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ഇല്ലാതാക്കിയിട്ട് വേണം നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഉം. ഇത്തരം വിലയിരുത്തൽ ഓരോ ദിവസവും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. മൈ സ്റ്റുഡൻസ് ഡയറി മുമ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കുറിച്ചിട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് അതില് കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഇപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ കുഞ്ഞിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു, ഏത് രീതിയിലാണ് അവൻ പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് നോട്ട് ചെയ്യാം, ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ട്. എന്നിട്ട് ഈ രീതിയിൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുമ്പം അതിന്റെ പ്രോഗ്രസ് നമ്മൾ നോട്ട് ചെയ്യാം. ഒരു ഗ്രാഫായിട്ട് ഇട്ടാൽ മതി. ഇപ്പൊ ഗ്രാഫൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ധാരണകൾ, അധ്യാപകരുടെ തയ്യാറെടുപ്പുകൾ, ആസൂത്രണങ്ങൾ, വിലയിരുത്തലുകൾ എന്നിവയെല്ലാം ഒരു രേഖ ആവശ്യമായി വരുന്നു. ഇതാണ് എൻ്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ. ഇതിന്റെ ആദ്യ ഭാഗത്ത് ടീച്ചറുടെ ബയോഡാറ്റ, കുട്ടിയെ കുറിച്ചിട്ടുള്ള ധാരണ, അധ്യാപനത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ തുടങ്ങിയവ നൽകാം. ഇവിടെ പറയുന്ന ടീച്ചിങ് മാനുവൽ മൈ സ്റ്റുഡൻസ് ഡയറി എന്നുള്ള ഒരു പാറ്റേണിൽ തന്നെയാണ്. ആദ്യം നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബയോഡാറ്റ പോലെ എഴുതി വെക്കാം. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ആസൂത്രണം നടത്തിയത്, അതിന്റെ വാല്യുവേഷൻ, വിലയിരുത്തലുകൾ നോക്കണം. ദെൻ കുട്ടിയെ കുറിച്ചിട്ടുള്ള ധാരണ. ശരിക്കും കുട്ടിയെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഒരിക്കലും എഴുതാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാരോട് സംസാരിച്ചിട്ട് വേണം എഴുതാൻ. കാരണം ഫുഡിന്റെ അലർജി ഉണ്ടാവാം, പൊടിയുടെ അലർജി ഉണ്ടാവാം, നോയ്സ് പൊല്യൂഷൻസ് ഉണ്ടാവാം. ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സ്കൂളിലുണ്ട് ഒരു കുഞ്ഞുണ്ട്, പുറകു വശത്ത് ചെറിയൊരു ഉയർന്നൊരു ഭാഗമുണ്ട്, ഒരു പൂഞ്ഞ പോലെ ചെറിയൊരു ഭാഗം. ബോയിയാണ്. ആൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല, നോർമലി ആണ്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് ആരെങ്കിലും ഒന്ന് കൈ തട്ടി പോയി കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് വല്ലാണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും, ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, സംസാരിക്കാൻ കഴിയില്ല. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക പറഞ്ഞാൽ തന്നെ ബ്രീത്ത് പ്രശ്നമാണ്, അതുപോലെ തന്നെ സംസാരവും പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു ഭാഗം അവന്റെ മർമ്മ പ്രധാനമാണ്. ആ ഒരു ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഫോം പോലെ. അതിൽ ടച്ച് തട്ടോ ചെയ്താൽ അന്നത്തെ ദിവസം അവന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പാരൻസ് അറിയിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾ ചെറുതാവുന്ന സമയത്ത് ഈ ഭയങ്കര ഹൈറ്റിൽ നിന്നൊക്കെ വീഴും. ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദിക്കാതിരിക്കാം. ആ സമയത്ത് നെർവ് സിസ്റ്റത്തിന് കംപ്ലൈൻറ്റ്സ് വരാം. ഇങ്ങനെയും കേസുണ്ട്. ഇതൊക്കെ എൻ്റെ റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. വലിയൊരു സർജറി നടത്തിയൊരു പാട് കണ്ടപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ തലയിലൂടെ ഇങ്ങനെ തലോടും. ജസ്റ്റ് നമ്മളെ അടുത്തേക്കൊക്കെ വരുമ്പോൾ നമ്മളോട് പെട്ടെന്ന് അടുക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അവരുടെ തലയിലൂടെ ഇങ്ങനെ നമ്മൾ തലോടിയിട്ട് അവരോട് സംസാരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ട സമയത്ത് ഞാൻ ആ പാരന്റ്സ് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, കുഞ്ഞിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോർമലാണ്, ഡെലിവറി ഒക്കെ നോർമലാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു 2.5-3 വയസ്സിന്റെ ഇടയിലായിട്ട് അപ്സ്റ്റെയറിൽ നിന്നും താഴെ വീണതാണ് കുഞ്ഞ്. താഴെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ് വീടിന്റെ. നല്ല വലിയൊരു സർജറിയാണ് നടത്തിയത്. കുഞ്ഞ് സംസാരിക്കില്ല, കുഞ്ഞൊട്ടും സംസാരിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സർജറിക്ക് മുമ്പ്
കുഞ്ഞ് സംസാരിച്ചിരുന്നോ? അപ്പൊ സർജറിക്ക് കുറച്ച് മുമ്പ്, ഐ മീൻ സ്ക്രീൻ ടൈം 1.5 വയസ്സിന് ശേഷം സ്ക്രീൻ കൊടുത്തിട്ടാണ് അവന് സംസാരം ഡിലേ ആയത്. പിന്നെ ഇച്ചിരി ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള സമയത്താണ് കുഞ്ഞ് താഴെ വീഴുന്നത്. സർജറി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിച്ചു EG റീസെന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. EG റീസെന്റ് ആയിട്ട് എടുത്തിട്ടില്ല. ആ സമയത്ത് എടുത്തിരുന്നു. ഇപ്പൊ ഏകദേശം അവന് 4.5 വയസ്സാവാറായി. ഇപ്പൊ അപ്പോ സംസാരിക്കുവോ? ഇല്ല, ഇപ്പോഴും ഇല്ല. ആള് വന്നിട്ട് ഇപ്പൊ ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഇപ്പൊ സംസാരിക്കില്ല. സംസാരിക്കുകയില്ല എന്നുള്ളതേ ഉള്ളൂ, അതോ സൗണ്ട് ഒക്കെ അങ്ങനെ ഉണ്ടോ? അതോ ആ ആ സംസാ പറയും. ഇപ്പൊ നമ്മള് ഉച്ചത്തിൽ സംസാരിക്കണം. ഐ മീൻ അവൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ഉച്ചത്തിൽ ഇപ്പൊ ജോണി ജോണി എസ് പാപ്പ എന്നൊക്കെ പറയുകയാണെങ്കിൽ ലാസ്റ്റത്തെ ആ ഹ ഹ ഹ എന്നുള്ളത് ഇങ്ങ് പറയും. കാരണം അത് ഹ ഹ ഹ എന്ന് പറഞ്ഞാൽ മതി. എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഓക്കെ. എഫേർട്ട് എടുക്കാൻ വയ്യ. ആ വെള്ളം വേണമെങ്കിൽ ആ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മള് ഇതേപോലെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞാനൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനിപ്പം ചെറിയ ചെറിയ വാക്കുകൾ സംസാരിക്കും. അമ്മ, ഉം. വെള്ളം, ഇങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പം അത്തരം കുട്ടികൾക്ക് നമ്മൾ വാക്കുകളാണ് കൊടുക്കുക. അപ്പൊ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാല് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ആ സമയത്ത് ചിലപ്പോൾ മേ ബി കുഞ്ഞിന് വീണ ഭാഗത്തിന്റെ ഈ ഭാഗത്തോട്ട് എവിടെയെങ്കിലും നേഴ്സിന് ചെറിയ രീതിയിൽ ഒരു ചതവോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതാവാം സംസാരിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഇമോഷൻസ് നമുക്ക് കിട്ടാതിരിക്കുന്നത് അതായിരിക്കാം. അപ്പം നമ്മൾ പാരൻസിനോട് കുഞ്ഞുങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കണം. അത് നമ്മുടെ ഡയറിയിൽ എഴുതണം. അല്ല, എല്ലാം ഈ സ്കൂളുകളൊക്കെ ഇങ്ങനെ ഹെൽത്ത് ഹിസ്റ്ററി അങ്ങനെ ഉം, മേടിക്കലുണ്ടോ? ഉം, ഉം. അങ്ങനെ അല്ല. അതന്നെ ഹെൽത്ത് ഹിസ്റ്ററി നമ്മൾ കൃത്യമായിട്ട് പിന്നെ വാക്സിനേഷൻ വെച്ചതാണോ, ഉം, അല്ലാതെ ഉം. എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടോ നേരത്തെ, ഇതൊക്കെ നമ്മൾ ഹെൽത്ത് ഹിസ്റ്ററി ആയിട്ട് പക്ഷെ എല്ലാ സ്കൂളുകളും വാങ്ങിക്കുന്നില്ല. ഇല്ല ചില ഇല്ല. ആ. സ്കൂളുകളിലെ ഉള്ളൂ. അപ്പൊ അത് ഉം, ഉം, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ടീച്ചിങ് മാനുവലിൽ ഇത്രയും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ പ്രവർത്തനം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു വിഭവങ്ങളാണ് സെക്കൻഡ് പാർട്ട്, ഐ മീൻ രണ്ടാം ഭാഗം. നിങ്ങളോട് റൈംസും സ്റ്റോറി എഴുതാൻ പറഞ്ഞിരുന്നു. ഈ റൈംസും സ്റ്റോറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പാട്ടുകൾ, കവിതകൾ, കഥകൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, പേപ്പർ കട്ടിങ്സ് തുടങ്ങിയവയുടെ ശേഖരം. KG ഏറ്റവും പിള്ളേരെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു കാര്യം സോങ്സ് ആണ്. റൈംസ് ആണ്. റൈംസ്, റൈംസ് ഡിഫറെന്റ് ആണ്. റൈംസ്. ഇപ്പം നമ്മളിപ്പോ ഈ റോളി പോളി നമ്മൾ ബസ്സിന്റെ കൊടുക്കാറുണ്ട്. അതുപോലെ ഉം. തന്നെ ബോഡി പാർട്സ് കൊടുക്കാം, ബിഗും സ്മോളും കൊടുക്കാം, ലെഫ്റ്റും റൈറ്റും കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാം. അത് ഭയങ്കര ഇഷ്ടം മക്കൾക്ക്. അത് നമ്മൾ ഉം. ഉണ്ടാക്കി ഒരു റൈംസ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്, ഓൺ സ്പോട്ടിൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഉം. അവരുടെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ റൈംസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടം അവരെ പേരൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ. അപ്പൊ അതേ രീതിയിൽ ഒരു ക്രിയേറ്റീവ് മൈൻഡ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുഞ്ഞു മക്കളെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ടാസ്ക്കാണ്. ആ ടാസ്ക് നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ ഒരു ഇതുണ്ടല്ലോ മിസ്സേ, ഈ ട്രെൻഡ് ഉണ്ടല്ലോ, മക്കൾക്ക് ഇങ്ങനെ നന്നായിട്ട് ചെയ്യുമ്പോ ഇങ്ങനെ നമ്മള് സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുക, സ്മൈലീസ് ഉം, ഒട്ടിച്ചു കൊടുക്കുക. ഉം, ഉം. അത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ അതോ? ഞാനതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ആ. ഐ മീൻ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ സ്റ്റാറിലും ഇമോജിയിലൊക്കെ ഉള്ള കെമിക്കൽ കുഞ്ഞിന്റെ കയ്യിൽ ഇപ്പൊ 1 2 ദിവസം ഒന്നും കുഴപ്പമില്ല. പക്ഷെ പിന്നെ പിന്നെ അതിന്റെ ആ ഒരു അതൊക്കെ പോയി. അപ്പൊ ഇവരുടെ കയ്യിൽ ഇവരിങ്ങനെ അതിങ്ങനെ എന്റെ സ്റ്റാർ, എന്റെ ഇമോജി എന്നൊക്കെ പറഞ്ഞ എപ്പോഴും അതിനിങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കയ്യിലോട്ട് വരും. അത് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, സ്റ്റാറും ഇമോജീസും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് കിട്ടാത്ത കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് സ്റ്റാർ തന്നില്ല, എനിക്ക് ഇമോജി തന്നില്ല, എനിക്ക് ബാഡ് ഇമോജിയാണ് തന്നത്. ഈ ഇമോജീസിന്റെ ഒരു ലോകത്തേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ എത്തിക്കുക എന്നുള്ളതും കൂടെ അതിൽ വരുന്നുണ്ട്. ഞാനതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല.
ഐ മീൻ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് രണ്ടും മക്കൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ദെൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ക്ലസ്റ്റേഴ്സ് കിട്ടും, ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് രണ്ടോ മൂന്നോ മാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാകും. ഓരോ സ്കൂളിലും നമുക്ക് കിട്ടുന്നതാണ്. ഓഫ് ഡേയ്സിലാണ് മിക്ക ദിവസങ്ങളിലും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുക. ഇവിടെ ആ പരിശീലനത്തിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ കിട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ അതും നോട്ട് ചെയ്യണം നമ്മുടെ ആ ഡയറിയിൽ. ഈ ഒരു ബുക്ക് ഇപ്പൊ നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോ എന്റെ മക്കളെ പഠിപ്പിക്കുന്നത് സ്റ്റാർ കൊടുത്തിട്ടാ. അത് പറഞ്ഞോണ്ട് ഭയങ്കര ആക്റ്റീവാ. അതുണ്ട്. രണ്ടാളുണ്ട് ആ, രണ്ടാളുണ്ട് ആ, ഇപ്പൊ കളി വരുന്ന ഓരോരുത്തർക്ക് ഇത്ര സ്റ്റാർ പഠിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടിക്കൊടുക്കും. ആ, രണ്ടാൾക്കും സെയിം അപ്പൊ കൊടുക്കും. സ്റ്റാർ കൂടുതലായിട്ട് ആ അതുകൊണ്ട് ഇപ്പൊ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്, ഇല്ലാണ്ട് ഇൻട്രസ്റ്റ്. വരൂല. റിവാർഡ് ഭയങ്കര ഇഷ്ടം മക്കൾക്ക്. എഴുതി കഴിഞ്ഞാൽ മിഠായി തരാം, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാം, ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ, അത് എപ്പോഴും ശീലിപ്പിക്കാണ്ടിരിക്കുക. ഉം. കുറച്ച് ഞാൻ കുറേശ്ശായിട്ട് അതിനായിട്ട് ഇൻ തന്നെ ഒരു കേസ്. നോട്ട് വെച്ചതാ. ആ അല്ലാതെ ആ, പഠിപ്പിക്കാൻ ഭയങ്കര കഷ്ട. അത് എന്തായാലും കുഴപ്പമില്ല. പക്ഷെ കൂടുതലായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ക്ലസ്റ്റർ മീറ്റിംഗിൽ കിട്ടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ സഹപ്രവർത്തകരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിലൂടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള ധാരണകൾ. നമുക്കിപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ്, ഇപ്പം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യില്ലേ, ടീച്ചർ അങ്ങനെ ആ കാര്യം പറഞ്ഞത് ഏത് രീതിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ. അപ്പൊ അവിടെ ഒരു ധാരണ ഉണ്ടായിരിക്കും. ശരിയല്ലേ, ഇങ്ങനെ കൊടുക്കാൻ. അത് നമ്മൾ അവിടെ നോട്ട് ചെയ്യാം. ഈ ഒരു എൻ്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ എന്നുള്ള ഈ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡയറി ആ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വേണ്ട കാര്യമാണ്. ആ ഒരു ബുക്കിലുണ്ടായിരിക്കും നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഏത് രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ അതിനെ മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത്, ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഓരോ കാര്യത്തിനും കൊടുത്തിട്ടുള്ളത്, എല്ലാം നമുക്ക് ആ ബുക്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ തല പുകഞ്ഞ് ആലോചിക്കും, ഓ കഴിഞ്ഞ വർഷം കൊടുത്ത് പെട്ടുപോയിട്ടുണ്ട് ഞാൻ എന്നൊക്കെ. പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി അതിലൂടെ നമുക്ക് കൃത്യമായ ഒരു ധാരണ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ്. അത് നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി, ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഇതില് നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ടോ? നോട്ട്സ് വിടണോ? ടീച്ചിങ് മാനുവലിന്റെ നോട്ട്സ് ഞാൻ വിട്ടുതരാം. നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. കാരണം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിന്റെ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത് മിസ്സാണോ എടുക്കുന്നത്? ലെസൺ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ലെസൺ പ്ലാൻ എത്ര കിട്ടിയാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കുള്ളൂ. കാരണം ലെസൺ പ്ലാൻ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഒരു ലെസൺ പ്ലാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രമേ പോകാവൂ എന്നുള്ള രീതിയിലല്ല. അത് ഓരോ പ്രാവശ്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലെസൺ പ്ലാൻ. അപ്പൊ അത് ഈ ഒരു ക്ലാസ് ചാപ്റ്ററിൽ വരുന്നില്ല, പക്ഷെ ഞാൻ എടുത്തു തരാം കേട്ടോ. ടീച്ചിങ് മാനുവൽ തന്നെ വരുന്നുണ്ടല്ലോ ടീച്ചിങ് മാനുവൽ ലെസൺ പ്ലാൻ. ഓക്കെ, ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഈ ടീച്ചിങ് മാനുവലിന്റെ ഈ അടുത്ത ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഉദ്ഗ്രഥിത സമീപനം, അതായത് ഹോളിസ്റ്റിക് അപ്രോച്ച്, അതിന്റെ ഇടയിലായിട്ട് അടുത്ത ക്ലാസ്സിൽ ലെസൺ പ്ലാൻ എടുത്തു തരാം. അതിന്റെ മോഡലും അയച്ചു തരാം കേട്ടോ. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ മോഡൽ അയച്ചു തരാം. ഇൻ കേസ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ മോഡൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം.
ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞാൽ മതി മിസ് ലെസൺ പ്ലാനിന്റെ മോഡൽ കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഞാനതിൽ ഗ്രൂപ്പിൽ വിട്ടുതരാം. അപ്പോ ടീച്ചിങ് മാനുവലിന്റെ മോഡൽ നമുക്ക് പിന്നെ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള പ്ലാനിലാണ് എഴുതുക. ലെസൺ പ്ലാൻ കൃത്യമായിട്ട് ഞാൻ വിട്ടുതരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, ഇതിൽ ശരി എന്നാ, ഗുഡ് നൈറ്റ്. Thank you, ma'am. വെൽക്കം.